ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സൗദിയിൽ ദമാമിൽ നിന്ന് ഉംറയ്ക്ക് പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഉംറയ്ക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ഞങ്ങൾ ഒരു ഡേ ആൻഡ് മൈ ലൈഫ് പോലെ അവിടുത്തെ ഡേ ആൻഡ് മൈ ലൈഫ് പോലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ മക്കാഫിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് ഞാൻ എടുക്കാറില്ല കേട്ടോ. നമ്മളിപ്പോൾ മാഷാ അല്ലാഹ് ഉംറ ചെയ്യാൻ പറ്റിയെങ്കിലും ഇതുവരെ ഞാൻ മക്കാഫിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോസൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ ഉംറയ്ക്ക് പോകണമല്ലേ, അല്ലാതെയുള്ള നമ്മളെ ചുറ്റുപാടും കാര്യങ്ങളും നമ്മൾ എവിടേക്കാണ് പോണേ, എങ്ങോട്ടാണ് പോണേ, എന്തൊക്കെയാണ് ചെയ്യാൻ പോണേ എന്നൊക്കെയുള്ള അങ്ങനെ പറഞ്ഞു തരാം. ഞാൻ കാണിച്ചു തരും ചെയ്യാം വീഡിയോസൊക്കെ. പിന്നെ അതായത് നമ്മൾ കഅബയുടെ ഉള്ളിലോട്ട്, അതായത് തവാഫിനും സഹീലും കയറിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊന്നും അങ്ങനെ നമ്മൾ ഫോണൊന്നും എടുക്കാറില്ല. നമ്മൾ ഉംറയ്ക്ക് എന്ന് പറഞ്ഞാൽ പോകുന്നല്ലോ, അപ്പോൾ നമുക്ക് ഫോണല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിനുള്ളിൽ നിന്ന് നമ്മൾ എടുക്കാറില്ല കേട്ടോ. പിന്നെ സഹിയുടെ വീഡിയോ ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ സഹി കഴിഞ്ഞിട്ട് ഓൾറെഡി പിന്നെ വീണ്ടും നമ്മൾ പോയിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉംറയുടെ രീതികളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ജസ്റ്റ് കഅബൻ്റെ ഉൾഭാഗം കാണിക്കുന്നില്ല, ഉൾഭാഗമല്ല മീൻസ് കഅബയുടെ നമ്മൾ തവാഫിലോട്ട് കയറുമ്പോഴുള്ള ഭാഗം കാണിക്കുന്നില്ല എന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ദമാമെന്ന് നമ്മൾ പാക്കേജ് വഴി മക്കത്തെത്തി. മക്കത്ത് നമ്മൾ അപ്പോൾ ഇവിടെ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ജന്നത്തുൽ മുഹല്ലമൻ്റെ അടുത്താണ് കേട്ടോ. മക്കയിലുള്ള അറിയാലോ, മദീനത്ത് ജന്നത്തുൽ ബാക്കിയും ഇവിടെ ജന്നത്തുൽ മുഹല്ലമി. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മളെ റൂം. അപ്പോൾ നമ്മൾ റൂമൊക്കെ എടുത്ത് ആദ്യം നമ്മൾ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇഹ്റാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇഹ്റാം കെട്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. അതായത് നമ്മൾ അവിടുന്ന് നമ്മൾ അൽ ഹസേന്ന് പുറപ്പെട്ടു. ബോർഡറിലെത്തുന്ന സമയത്ത് നമ്മൾ മീക്കാത്ത് പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടാണ് നമ്മൾ ഹോട്ടൽ റൂമിലോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഹോട്ടൽ റൂമിൽ വന്ന് നമ്മളിവിടെ നമ്മളെ ലഗേജൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഹറമിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഫുഡൊക്കെ ഇവർ പാക്കേജ് ആകുമ്പോൾ ഫുഡ് ഓൾറെഡി വന്നിട്ടുണ്ടാവും, നമ്മളെ റൂമിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് റൂമിൽ ലഗേജൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ഹറമിലോട്ട് പോവുകയാണ് കേട്ടോ ചെയ്യുക. എല്ലാവരും കൂടി ഗ്രൂപ്പ് ഓഫ് ആയിട്ട്, നമുക്കിനി ഒറ്റയ്ക്ക് പോകണേ അങ്ങനെ കുറേ പ്രാവശ്യം പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഒറ്റയ്ക്ക് പോവുക. കൂടുതലും ഗ്രൂപ്പായിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം ഈ റൂമുകളൊന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഒരുപാട് ലോഡ്ജും മീൻസ് ഒരുപാട് ഹോട്ടൽസൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വഴികൾ മാറിപ്പോവും. നമ്മൾ തന്നെ ഇപ്പം 6 തവണ പോയെങ്കിലും നമുക്ക് ഒരു പ്രാവശ്യം ഭയങ്കരമായിട്ട് വഴി മാറിപ്പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ ഹറമിലോട്ട് പ്രവേശിച്ച് ഹറമിൽ നിന്ന് നമ്മളെ തവാഫ് കഴിഞ്ഞിട്ട് ഇപ്പം സഹീലാണുള്ളത്. തവാഫ് എന്ന് പറയുമ്പം ഏതവണ നമ്മൾ കഅബയെ വലം വയ്ക്കും, അതാണ് തവാഫ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സഹീലാണ്, അതായത് സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ നിന്ന് സഫയിലേക്കും നമ്മൾ ഈ തവണ അതേമാതിരി നമ്മൾ ചുറ്റും നടക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ദാഹിക്കുമ്പോൾ സംസം വെള്ളം കുടിക്കാനൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉംറയിലെ ചടങ്ങിൽ പെട്ടതാണ്. ഞാൻ പറഞ്ഞില്ല, ഉംറ ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു കർമ്മത്തിന് പോകുമ്പോൾ നമുക്ക് അതല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാണ്. അപ്പം ഇതിപ്പോൾ നമ്മൾ സഹീൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസാണ്. ജസ്റ്റ് ഞാനൊന്ന് എടുത്തേന്നുള്ളൂ. സഹയിൽ നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് ആണുങ്ങൾ പതുക്കെ ഓടേണ്ട സ്ഥലമുണ്ട് കേട്ടോ. ആജറ ബീവി ഓടിയ സ്ഥലം നമ്മൾ പെണ്ണുങ്ങൾ ജസ്റ്റ് ഒന്ന് നടത്ത സ്പീഡാക്കിയാൽ മതി. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ അവിടുന്ന് സംസം കുടിക്കുകയാണ് കേട്ടോ. സയാനും നടന്ന് ക്ഷീണിച്ചപ്പോൾ ഇച്ചുവും ഒറ്റയ്ക്ക് തന്നെ നടന്നു കേട്ടോ. ഇച്ചു ഫസ്റ്റത്തേൽ മാത്രമേ ഇച്ചുവിനെ എടുത്തിട്ടുള്ളൂ, ഒരു വയസ്സാകുമ്പോൾ ഉംറയിൽ. ബാക്കിയെല്ലാം അവന് പോയപ്പോഴൊക്കെ അവൻ തന്നെ നടക്കാറാണ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അത് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവന് അത് നമ്മൾ പറഞ്ഞെടുത്ത് അവൻ അങ്ങനെ ബുദ്ധിമുട്ടി ഒന്നും ആക്കിയില്ല. അവൻ ഫുള്ളായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഇതൊരു വയസ്സിലുള്ളപ്പോൾ പോയപ്പോഴുള്ളതാണ് കേട്ടോ. ഇച്ചുവിനെ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് കേട്ടോ. ഇത് അന്ന് ഉംറ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഉംറ ഡ്രസ്സിൽ ഇറാമിലുള്ള വേറെ ഉണ്ടായിരുന്നു. ഉംറയ്ക്ക് ശേഷം നമ്മൾ അല്ലാതെ പോകുമല്ലോ, രാത്രിയിലൊക്കെ പോകുന്ന സമയത്ത്, തവാഫിന് പോകുന്ന സമയത്ത് എടുത്തുള്ള വീഡിയോ ആണ് ഒരു വയസ്സായപ്പോഴുള്ളത്. അപ്പോൾ നമ്മൾ ഉംറയൊക്കെ കഴിഞ്ഞ് മുടി മുറിച്ചു. അതിനുള്ളിൽ തന്നെ നമ്മൾ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് ഉംറ കഴിയുന്നത് മുടി മുറിക്കലിലൂടെയാണ് കേട്ടോ. അപ്പോൾ മുടി മുറിച്ച് നമ്മൾ ഹറമിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹറമിൻ്റെ പുറത്ത് ഇറങ്ങിയതിന് ശേഷം ഇവിടെ ഒരു വിശ്വാസം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള വിശ്വാസമാണ്. അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്നോ എന്തോന്നൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മളെ റിലേറ്റീവൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു, ഇവിടുത്തെ പ്രാവുകൾക്ക് നമ്മൾ ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ, എന്തെങ്കിലും നീയത്ത് വെച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ നല്ലതാണ് എന്ന് പറയുന്ന കേൾക്കാം. അപ്പോൾ ഞാനത് എപ്പോഴും വരുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇതുവരെ വന്നപ്പോഴൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇഷ്ടം പോലെ ഇങ്ങനെ ഇതിന് ധാന്യമണികൾ, പല ധാന്യമണികൾ ഇങ്ങനെ ഇവർ സെയിൽ ചെയ്യുന്നുണ്ടാവും ആൾക്കാർ. അപ്പോൾ നമ്മൾ അവരോട് വാങ്ങിയിട്ട് നമ്മളെപ്പോഴും എന്തെങ്കിലും നീയത്ത് വെച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ 1-2 തവണയൊക്കെ നീയത്ത് വെച്ചതൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്.
അപ്പോൾ പിന്നെ അങ്ങനെ നീയത്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ എന്താക്കും, ധാന്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ പ്രാവിന് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇനി അത് ശരിയായ വ്യത്യാസമാണോ എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതല്ല, അതെന്തായാലും ഒരു തെറ്റാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രാവിനെ അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇക്കയും ഞാനും മക്കളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രസമാണ്. ഇവരിങ്ങനെ കൂട്ടത്തോടെ വന്ന്, ഞങ്ങൾ ഉംറ കഴിഞ്ഞ സമയം അതായത് ഞങ്ങൾ പുലർച്ചയ്ക്ക് കയറിയിട്ട് ഉച്ച ആയിട്ടോ, നല്ല പതച്ച വെയിലായ സമയത്താണ് നമ്മൾ ഇറങ്ങുന്ന സമയം. പക്ഷേ നമ്മൾ അവിടുത്തെ ആ ഒരു അനുഭൂതിയിൽ നമുക്ക് ആ വെയിലൊന്നും നമുക്ക് അത്ര നമ്മളെ ഏൽക്കില്ല. നമ്മൾ ടാൻ അടിച്ച് ആകെ മൊത്തം പണിയാവും. പക്ഷെ നമുക്കതൊന്നും പ്രശ്നമല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയത് തന്നെ നമുക്ക് പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ നമുക്ക് ആ വെയിലൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അത്രയും പതച്ച വെയിലാണ്. എന്നാലും ഞങ്ങൾ പ്രാവിനൊക്കെ ഫുഡൊക്കെ നന്നായിട്ട് കൊടുത്തു. അവരിങ്ങനെ ഒരുമിച്ച് പറക്കുന്ന കാണാനൊക്കെ ഞങ്ങൾ മുമ്പൊക്കെ പോയ സമയത്ത് ഒരുപാട് വീഡിയോസ് ഇതൊക്കെ എടുത്തിരുന്നു കേട്ടോ. അതായത് കുറേ പ്രാവുകൾ കൂട്ടത്തോടെ വന്നിട്ട് ഒരുമിച്ച് പറക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലായ സമയത്തായത് ഹറമിൻ്റെ കുറച്ച് പുറത്തോട്ട് ഇറങ്ങി വന്നാലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഹറമിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ അവിടെ നമ്മളെ റൂം അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ റൂമിൽ പോയിട്ട് ഇനി കുറച്ച് റെസ്റ്റ് എടുത്ത് അപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ സാധാരണ ഇച്ചിരി റെസ്റ്റ് എടുക്കും. അതായത് ഞാനും മക്കളും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീക്കും. കാരണം നമ്മൾ യാത്രയിൽ നമ്മൾ ദമാമ അൽ ഹസൈനാണ് കേട്ടോ നമ്മൾ ഈ പാക്കേജ് തുടങ്ങിയത്. പാക്കേജ് മീൻസ് നമ്മളവിടെ താമസിക്കുന്നതുകൊണ്ട് ഇങ്ങനെ അവിടെ താമസിക്കുന്നവർ ഒരുമിച്ച് വരുന്ന പാക്കേജാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നതല്ല, അവിടെ നിൽക്കുന്നവർക്ക് വരുന്നൊരു പാക്കേജാണ് കേട്ടോ. അപ്പോൾ അത് 5 ദിവസത്തുണ്ട്, 6 ദിവസമുണ്ട്, 10 ദിവസമുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ 5 ദിവസത്തെ പാക്കേജിൻ്റെ ആണ് കേട്ടോ അപ്പോൾ വന്നത്. മുമ്പ് റിയാദിലൊക്കെ ഉള്ളപ്പോൾ 6 ദിവസം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ലീവ് കിട്ടുന്നതിനനുസരിച്ച് അങ്ങനെയാണ് വരാറുള്ളത്. പിന്നെ ഇക്കാക്ക് അവർ ഡ്യൂട്ടിയിൽ നിന്ന് ലീവൊക്കെ കിട്ടുന്നതിനനുസരിച്ചാണ്. അത് ചിലർ 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്കൊക്കെ വരുന്നവരുണ്ട് കേട്ടോ. അങ്ങനെ വരുന്നവരുണ്ട്. അങ്ങനെ ആകുമ്പോൾ മദീനയിൽ പോകാൻ ബുദ്ധിമുട്ടാവും. മക്കത്തെ ഇതൊക്കെ കഴിഞ്ഞ് ഉംറയൊക്കെ കഴിഞ്ഞ് സിയാറത്തുകൾക്കൊന്നും പോകാനൊന്നും പറ്റത്തില്ല ആ യാത്രയിൽ. ഇങ്ങനെ കുറച്ച് 6 ദിവസം 5 ദിവസമൊക്കെ എടുത്താലേ അത്യാവശ്യം സിയാറത്തുകളൊക്കെ നമുക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പാക്കേജ് ആകുമ്പോൾ നല്ല സുഖമാണ്. നമുക്ക് റെസ്റ്റൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഇതാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ റൂമിൽ പോയി നേരെ റൂമിൽ പോയി ഇച്ചിരി ഭക്ഷണം കഴിച്ച് നന്നായിട്ടൊന്ന് ഉറങ്ങി കുളിച്ച് എണീച്ച് ഞങ്ങൾ രാത്രി ഹറമിലേക്ക് വരാണ് ചെയ്യാറുള്ളത്. നമ്മൾ രാത്രി അതായത് ഹോട്ടലിൽ ഉറങ്ങാറില്ല. അതായത് ആ രാത്രി നമ്മൾ ഉംറ കഴിഞ്ഞ് ക്ഷീണത്താലെ പോയി ഒന്ന് കിടന്നുറങ്ങി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എന്താ പറയുക നമ്മൾ കുളിച്ചൊരുങ്ങി രാത്രിയിലോട്ട് ഹറമിലോട്ട് വന്ന ഒരു പ്രത്യേക അനുഭൂതി കേട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങൾ രാത്രി ഹറമിലോട്ട് വന്ന് രാത്രി ഹറമിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ പുലർച്ചയ്ക്ക് സുബസ്കാരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ റൂമിലോട്ട് മടങ്ങി പോകാറുള്ളത് കേട്ടോ. അങ്ങനെ സുബസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് മടങ്ങിപ്പോയതിന് ശേഷം പിന്നെ പിറ്റേന്ന് ഫുള്ള് നമുക്ക് ഇതായിരുന്നു സിയാറത്തുകളായിരുന്നു. അപ്പോൾ സിയാറത്തുകളെ വീഡിയോസൊക്കെ ഞാൻ മുമ്പൊക്കെ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സിയാറത്തുകളൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് വൈകുന്നേരമായി രാത്രിയായിട്ടോ മഗ്‌രിബിന് ശേഷം നമ്മൾ മദീനയിലോട്ട് പുറപ്പെടാണ്. അതായത് റൂം വെക്കേറ്റ് ചെയ്ത് മക്കത്തുനിന്ന് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ മദീനയിലോട്ട് പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ സഹീനും വിദായിൻ്റെ തവാഫിനും എല്ലാം നമ്മൾ ഹറമിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും അതന്നെ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വ്ളോഗ് എന്ന പർപ്പസ്ഫുള്ളി ആയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മുടെ അടുത്തുള്ള കുറച്ച് വീഡിയോസ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ മദീനയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ബസ്സിൽ നിന്ന് ഇങ്ങനെ ഉസ്താദ് ക്ലാസ്സൊക്കെ എടുത്തു തരും, കാര്യങ്ങൾ നമ്മളെ ചരിത്രം ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരും, ദ്വാകളുണ്ടാവും, എല്ലാം ഉണ്ടാവും കേട്ടോ. പിന്നെ ഫൺ മാതിരി നമ്മളൊന്ന് ഊർജ്ജമാക്കാൻ വേണ്ടിയിട്ട് ഗെയിംസും കാര്യങ്ങളും ഇസ്ലാമികമായിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കേൾപ്പിച്ചു തരാം. 3 ദിവസം അവിടെ താമസിച്ച് അവിടെ നിന്ന് നേരെ പോയതാണ് മദീനയിലേക്ക്. ഇൻഷാ അല്ലാഹ് ആ വഴിക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളൂ. പക്ഷെ അന്ന് ബസ്സിനോ കാര്യങ്ങൾക്കൊന്നുമല്ല. അന്ന് കുറെ നടന്നിട്ടും കുറെ കുതിരമ്മലും ഒട്ടകത്തുമ്മലൊക്കെ ആയിട്ടാണ് അന്ന് എന്ത് ചെയ്തത് മദീനയിലേക്ക് പോയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തുന്നതിന് മുമ്പ് അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്തിരുന്നു? നബി വരുന്ന വിവരം അവർക്കറിയാം, പക്ഷെ ഏത് ദിവസം എത്തുമെന്നൊന്നും അവർക്കറിയില്ല. അങ്ങനെ അവർ നബിയെ സ്വീകരിക്കാൻ വേണ്ടി ഈത്തപ്പനയുടെ മുകളിൽ കയറി നിന്നു. കുറെ ആളുകൾ ഈത്തപ്പനന്റെ മുകളിൽ കയറി നിന്ന് എന്തിന്? ഞാനായിരിക്കണം നബി വരുമ്പോ ഫസ്റ്റ് കാണുന്നത് ഞാനായിരിക്കണം എന്ന് കരുതി ഇങ്ങനെ കയറി നിന്ന് വൈകുന്നേരം അപ്പൊന്നും നബി വരുന്നില്ല. അപ്പൊ അവര് കരുതി ഞാൻ ഇറങ്ങിയാൽ ചിലപ്പോ രാത്രിയാ വന്നതെങ്കിലും. അപ്പൊ ആ ഈത്തപ്പഴം തിന്നിട്ട് അതിന്റെ മുകളിൽ തന്നെ താമസിച്ചു 2-3 ദിവസം. അങ്ങനെ നബിയെ സ്നേഹിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി നിന്നത് കൊണ്ടാണ് ഇന്നും മദീനയിലെ ഈത്തപ്പഴത്തിന് ഇത്രമാത്രം ടേസ്റ്റും ഇത്രമാത്രം ഫളുമുള്ളത് എന്നാണ്. കാരണം നബിയെ സ്നേഹിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു?
ആ ഈത്തപ്പനയുടെ മുകളിൽ കയറി നിന്ന് അതും കഴിച്ച് അവിടെ നിന്ന് ഞാൻ ഫസ്റ്റ് കാണണം നബിയെ എന്ന് കരുതിയിട്ട്. അതാണ് ഇന്നും ലോകത്ത് ഏറ്റവും ഡിമാൻഡുള്ള ഈത്തപ്പഴം മദീനയിലെ ഈത്തപ്പഴമാണ്. അങ്ങനെ അവിടെ എത്തി നബി. അപ്പൊ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്താ, എന്റെ വീട്ടിൽ നബി ഇറങ്ങണം. അങ്ങനെ എല്ലാരും വന്ന് നബിയോട് പറഞ്ഞു, നബി എന്റെ വീട്ടിൽ ഇറങ്ങണം. അപ്പൊ നബി പറഞ്ഞു, എന്റെ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് ആ വീട്ടിൽ ഞാൻ ഇറങ്ങും. അവസാനം മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് നബിയുടെ വീട്ടുമുറ്റത്ത് ഒട്ടകം മുട്ടുകുത്തി അവിടെ നബി താമസിച്ചു. പിറ്റേന്ന് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. അതിന്റെ അടുത്ത് ആ പള്ളിയാണ് മസ്ജിദ് ഖുബ. അവിടെ കയറി 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത കൂലി കിട്ടും. ഇൻഷാ അല്ലാഹ് അവിടേക്കാണ് നമ്മൾ നേരെ പോവുക. അവിടുന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉഹുദിലേക്ക് പോകും. അപ്പൊ ഉഹുദ് യുദ്ധത്തിന്റെ കഥകളൊക്കെ അവിടുന്ന് പറഞ്ഞുതരും ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ് മദീനയിലെത്തുമ്പോൾ അവിടുത്തെ കഥയും നമ്മൾ പറഞ്ഞുതരും. മദീന പള്ളിയിൽ നമ്മൾ രാവിലെ ഇൻഷാ അല്ലാഹ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് അവിടെ എത്താൻ. നേരെ പള്ളിയിൽ പോയി നബിയോട് സലാം പറയാം, പള്ളിയിൽ ഇരിക്കാം, ജുമുഅക്ക് അവിടെ കൂടാം. അവിടെ നിന്നുള്ള ഓരോ നിസ്കാരങ്ങൾക്കും 1000 ഇരട്ടി പ്രതിഫലം കിട്ടും. നമ്മള് നബിയോട് സലാം പറയാൻ ഒരു പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. സലാം ആർക്കും ഏത് സമയം പോയി പറയാം. സ്ത്രീകൾക്കും പള്ളിയിൽ കയറാൻ പെർമിഷൻ ആവശ്യമില്ല. പക്ഷെ റോഡിൽ കയറാനാണ് എല്ലാവർക്കും പെർമിഷൻ ഉണ്ട്. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ പെർമിഷൻ കിട്ടിയില്ലോ എന്ന് ആർക്കും അറിയില്ല. പെർമിഷൻ കിട്ടിയാൽ തന്നെ കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. കഴിഞ്ഞ ആഴ്ചയൊക്കെ പെർമിഷൻ കിട്ടിയിട്ട് ആർക്കും പറ്റിയിട്ടില്ല. അത്ര തിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം പിന്നെ മദീനയിലായാലും മക്കത്തായാലും ഒരുപാട് നമുക്ക് സിയാറത്ത് പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകുന്നതിന് നമ്മൾ ഈ പാക്കേജിന് വേറെ തന്നെ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇനി നമുക്ക് സിയാറത്തിനൊന്നും താല്പര്യമില്ല, നമുക്ക് ഹറമിൽ തന്നെയാണ് കൂടുതൽ ഇരിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇരിക്കാം. അങ്ങനെ ഇരുന്നിട്ട് ഇവർ അതായത് ഈ പാക്കേജിലുള്ളവർ പോകുന്നവരുണ്ടെങ്കിൽ അവർ പോകേണ്ടിയവർക്ക് മാത്രം പോയാൽ മതി. അവർ പോകും. പിന്നെ ബദറിലൊക്കെ കൊണ്ടുപോകും കേട്ടോ. മാക്സിമം നമ്മൾ സിയാറത്തുകൾക്ക് വീണ്ടും വീണ്ടും പോവാറുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെയല്ലേ നമുക്ക് കാണാൻ കഴിയും. ഹറമിൽ നമ്മൾ രാത്രി മുഴുവൻ ഒഴിക്കാറുണ്ട്. മാക്സിമം ഉറക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ മാക്സിമം എൻ്റെ ഒക്കെയും പറയല അങ്ങനെ തന്നെയാണ്. നമുക്ക് മാക്സിമം ഹറമിൽ ചിലവഴിക്കാൻ നോക്കാമെന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഹറമിൽ ചിലവഴിക്കും രാത്രിയെല്ലാം. എന്നിട്ട് രാവിലെ ഒരു ഇച്ചിരി സമയം കിടന്നുറങ്ങിയിട്ട് പിന്നെ സിയാറത്തിന് പോകാറാണ് പതിവ്. സിയാറത്തിന് എപ്പോഴും പോകാറുണ്ട്. പിന്നെ ഈ പ്രാവശ്യം ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കുറച്ച് സിയാറത്തുകളൊക്കെ നമ്മൾ ഒഴിവാക്കി. 5 മന്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് സിയാറത്തുകളൊക്കെ ഒഴിവാക്കി നമ്മൾ ഹറമിൽ തന്നെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മദീനയിലെത്തി കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മുടെ മസ്ജിദ് നബവിയിൽ എത്തിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ മക്കത്ത് പോയപ്പോൾ തന്നെ റൂമിൽ പോയി ലഗേജ് എല്ലാം വെച്ച്. ചിലവർ റൂം എടുക്കാതെ 200 റിയാലൊക്കെയാണ് ഒരു റൂമിന് ഒരു ദിവസത്തേക്ക്. അങ്ങനെ ഒരു ദിവസത്തേക്ക് മാത്രം 200 റിയാല വരാം കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ ദിവസങ്ങൾ നിൽക്കുമ്പോൾ അത്ര റിയാൽ വരും. ചിലത് 100 വാങ്ങുന്നതും ഉണ്ട്. അങ്ങനെ പലരും പല ടൈപ്പാണ്. 200 ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായിരുന്നത് ഒരു ദിവസത്തേക്ക്. അപ്പം ഞങ്ങൾ റൂം എടുത്തു. ഫാമിലിയൊക്കെ ഉള്ള ഒരു റൂം എടുക്കുന്നതന്നെയാണ്. പക്ഷേ ചില ഫാമിലികളൊക്കെ റൂം എടുക്കാതെ, കാരണം മസ്ജിദ് നബീൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വാഷ്റൂം ആയാലും നമുക്ക് അവിടെ കിടക്കണമെങ്കിലൊക്കെ കിടക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ചിലവരൊക്കെ പൈസ അങ്ങനെയല്ല, അവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ച് റൂം എടുക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷേ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ഒരു റൂം എടുക്കുന്നത് ഉണ്ടാവും നന്നാവുക. അപ്പോൾ ഞങ്ങൾ റൂം എടുത്ത ലഗേജ് എല്ലാം അവിടെ വെച്ചിട്ട് നമുക്ക് റൗലയിൽ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം. പണ്ടത്തെ പോലെയല്ല. മുമ്പൊക്കെ വരുമ്പോൾ ടൈമിംഗ് ആയിരുന്നു. ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് കാണിച്ചാൽ തന്നെ റൗലയിൽ കയറ്റുള്ളൂ. അപ്പോൾ ഇക്കാക്കും മക്കളും അവരാണുങ്ങളാണല്ലോ, അപ്പോൾ അവർക്ക് വേറൊരു ടൈമാണ്. അപ്പോൾ അവർ റൗലയിൽ പോയി അവർക്ക് വേറൊരു ടൈമായിരുന്നു. ഞാൻ അപ്പുറത്തെ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ഞാൻ പോകും. നമ്മളൊരു ഗ്യാങ്ങായിട്ട് ബസ്സിലുള്ള നമ്മളെ പാക്കേജിലുള്ളവർ നമ്മൾ ഫ്രണ്ട്സ് അപ്പോഴേക്കും നമ്മളൊരു ഫാമിലി പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് പേര് അങ്ങനെ പോവുക ചെയ്യുക. പിന്നെ എനിക്ക് റോളയിൽ വേറൊരു ടൈമായിരുന്നു കിട്ടിയിരുന്നത്. അത് ഞാൻ പുലർച്ചയ്ക്കായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഉച്ചക്കോ പുലർച്ചയ്ക്കോ അങ്ങനെ എന്തായിരുന്നു. അപ്പം അതിന് നമ്മൾ കയറി റോലയിൽ കയറാൻ പറ്റി. എനിക്ക് ഇപ്രാവശ്യവും കയറാൻ പറ്റി കേട്ടോ. അൽഹംദുലില്ലാ. എനിക്ക് ഒരു തവണയെ കയറാൻ പറ്റാതായിട്ടുള്ളൂ. ബാക്കി അൽഹംദുലില്ലാ 5 പ്രാവശ്യം എനിക്ക് റോലയിൽ പോകാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെയും സിയാറത്തുകൾ തന്നെയാണ് കേട്ടോ. മദീനയിലെ സിയാറത്ത് അത് നമ്മളെ ഖുർആൻ അച്ചടിക്കുന്നത്, അതായത് ലോകമെമ്പാടുള്ള സ്ഥലങ്ങളിലേക്ക് മദീനയിലേക്കുള്ള ഖുർആനിൻ്റെ പ്രസ്സാണ് കേട്ടോ. അത് നമുക്ക് അവിടെ പോയാൽ ഖുർആനൊക്കെ നമുക്ക് തരുകയും ചെയ്യും. അവർ മക്കൾക്കും നമുക്കൊക്കെ വെറുതെ ഫ്രീ ആയിട്ട് തന്നെ തരുകയും ചെയ്യും. ഖുർആൻ്റെ മ്യൂസിയം ഒക്കെ ആയിട്ട് ഉള്ളൊരു പ്ലേസാണിത്. അപ്പോൾ ഇത് ഇക്കയും മക്കളും പോയപ്പോൾ എടുത്തിട്ടുള്ള മക്കളായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. അതിപ്പോൾ ഞാൻ അത് ഇതിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ്.
അപ്പം ഇതിപ്പം ഇക്കയും മക്കളും പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യും. എനിക്ക് രാവിലെ ആയിരുന്നു, ഞാൻ പറയാം, രാവിലെ ഒരു ഉച്ച സമയം 11-12 അങ്ങനെ ആ ഒരു ടൈമിലായിരുന്നു എനിക്ക് റോളയിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ റോളയിലേക്ക് കയറാൻ പോയപ്പം ഇക്കയും മക്കളും പുറത്തൊറ്റക്കായിരുന്നു. അപ്പോൾ അവർ പിന്നെ സംസൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടെ കുറച്ച് ഷോപ്പിംഗ് പ്ലേസസ് ഒക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദസ്ബിയ മുസല്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചെറുതായിട്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവർ മക്കൾ എന്നെ കാത്തിക്കുമ്പോൾ പുറത്തേക്ക് മക്കൾ എന്നെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ റോളിൽ പോയി വരുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഇച്ചു കളിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ പപ്പയും മക്കളും കൂടി എടുത്തു വെച്ചത് ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. അതായത് നമ്മൾ ഇന്ന് ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോകുന്നു. ഇത് ഓൾറെഡി ഒരു 4-5 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫുള്ളായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വ്ളോഗൊന്നല്ല ഇത്. എൻ്റെ അടുത്തുള്ള വീഡിയോസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഒരു യൂസ്ഫുൾ ആവോ അല്ലെങ്കിൽ നമുക്ക് ഒരു സന്തോഷമാവോ ഒക്കെ, നമ്മളൊരു സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ ഇതിലൂടെ കാണിച്ചെന്നുള്ളൂ. ഇനിയും നമുക്ക് പോകാൻ പറ്റട്ടെ, ഒരുപാട് ആഗ്രഹമുണ്ട് പോകാനും നമുക്ക് ഉംറ ചെയ്യാനൊക്കെ. എത്രയോ പേര് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. നമുക്ക് പോയവർക്ക് പോകാനും പോവാത്തവർക്കും ഇനിയും പോകാനും പടച്ചോന് തൗഫീഖ് നൽകട്ടെ, ആമീൻ. പിന്നെ സിയാറത്തുകളും നമ്മളെ യാത്രാ എക്സ്പെൻസൊക്കെ പറയുകയാണെങ്കിൽ ഇല്ല, നമ്മൾ ബദറിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ സിയാറത്തുകളും എല്ലാം ആയിട്ട് ഇവർ ഇങ്ങനെ നമ്മളോട് പൈസ പറയും. ആ പൈസക്ക് നമ്മൾ പോയാൽ മതി. പിന്നെ നമ്മൾ പൈസ കൊടുക്കുന്നതിന് ബസ്സും ഫുഡുമാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ അതായത് യാത്രയിലുള്ള ഹസേന്നൊക്കെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മാത്രമായിട്ട് 10-18 മണിക്കൂർ യാത്ര തന്നെ ഉണ്ട് കേട്ടോ, മക്കത്തേക്കും മദീനത്തേക്കൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന മദീനത്തെ കുടകൾ വിരിയണതാണ് കേട്ടോ. അതിങ്ങനെ വെയിലാവുന്ന സമയത്ത് വിരിയും. വെയിലൊക്കെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പം അതെല്ലാം കുടകളൊക്കെ പൂട്ടും കേട്ടോ. നമ്മൾ ആ യാത്രയിലുള്ള ഫുഡും കാര്യങ്ങളും അല്ലാത്തതും ഒക്കെ, നമ്മളല്ലാത്ത ഫുഡ് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ആവശ്യമുള്ളതൊക്കെ നമ്മൾ തന്നെ വാങ്ങിക്കണം കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ജ്യൂസസും മിഠായിയും കാര്യങ്ങളും സ്നാക്സ് ഐറ്റംസും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ വാങ്ങി കയ്യിൽ വെക്കും കേട്ടോ. നമുക്ക് നിർത്തുമ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങാൻ പറ്റും. നിസ്കാരത്തിനും എല്ലാം നിർത്തും, എല്ലാ കാര്യങ്ങൾക്കും ബാത്റൂം ആവശ്യങ്ങൾക്കൊക്കെ നിർത്തും. അത് എപ്പോഴും നിർത്തില്ല, ഓരോ ടൈമിങ്ങിനാണ്